നമസ്കാരം. ഈ വിഷുവിന് 2-3 സിനിമകൾ മലയാളത്തിൽ ഗംഭീരമായിട്ട് റിലീസിന് വരുന്നുണ്ട്. ഈ സിനിമകൾക്കെല്ലാം തന്നെ വലിയൊരു പ്രമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നസ്ലിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർക്കിടയിലെ ഏറ്റവും പുതിയ നായകൻ നസ്ലിൻ പ്രാമലു എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിനെ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകരൊക്കെ കയ്യിലെടുത്തിട്ടുള്ള ഒരു സ്വന്തം ശൈലിയിൽ, അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യാണ്ടോ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു കഴിവും കോമഡിയും എല്ലാം വെച്ചുകൊണ്ട് കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കയ്യിലെടുത്ത ഒരു നടനാണ് ഈ നസ്ലിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ നായകനായിട്ട് വന്ന സിനിമ തന്നെ സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി വളരെ വെയിറ്റിങ്ങിലാണ് എല്ലാവരും, പ്രേക്ഷകരും ഞാനും അടക്കം. അപ്പോൾ നസ്ലിന്റെ സിനിമ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സിനിമ ഇനി തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. ഏപ്രിൽ 10-നാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് എത്താൻ പോകുന്നത്. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയും വരുന്നുണ്ട്. അപ്പൊ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇപ്പൊ തന്നെ ഞാനൊരു 2 വീഡിയോ ചെയ്തിട്ടുള്ളൂ, അതിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബസൂക്കയുടെ പേരിനെ തന്നെ കളിയാക്കിയിട്ട് ബഷീർക്ക അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂട്ടിയെ ഇഷ്ടമല്ലാത്തവരാണ് എന്നുള്ളത് ഇനി നമുക്കത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതായത് മമ്മൂട്ടിക്ക് ഇനി ഏത് സിനിമകൾ വന്നാലും, എത്ര നല്ല സിനിമ വന്നാലും അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് അത് ഇഷ്ടമുള്ള പോലെ പല കമന്റുകളും എന്തായിക്കോട്ടെ, കുഴപ്പമില്ല. ഈ നസ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന്റെ സിനിമ വിഷുവിന് റിലീസിന് വരുമ്പോൾ മമ്മൂട്ടിയുമായിട്ട് ഒരുപാട് പേര് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് മമ്മൂട്ടി ഫാൻസിന് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് മമ്മൂട്ടി ഫാൻസുകാരല്ല അതിനെക്കുറിച്ച് പറയുന്നത്. ശരിക്കും മമ്മൂട്ടിയെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരാണ് മമ്മൂട്ടി മാറി നിൽക്കും നസ്ലിന്റെ സിനിമ വരുമ്പോൾ എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു സംസാരമുണ്ട്. ബസൂക്കൊക്കെ എടുത്ത് കളയും, കൊട്ടയിലേക്ക് എറിയും. നസ്ലിന്റെ സിനിമയ്ക്കാണ് ഞങ്ങൾ കൂടുതൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ ഫാമിലി മുഴുവൻ നസ്ലിന്റെ സിനിമയ്ക്കാണ് കയറി പോകുന്നത്, ഈ വർഷം വിഷു നസ്ലിൻ തൂക്കും. സിനിമ സംബന്ധമായ അഭിപ്രായങ്ങൾ പലർക്കും പലതും ഉണ്ടായിരിക്കാം. നസ്ലിന്റെ സിനിമ വിജയിക്കട്ടെ, മമ്മൂക്കയുടെ സിനിമ വിജയിക്കട്ടെ, അങ്ങനെ സിനിമകളെല്ലാം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. നമ്മളെല്ലാവരും മീൻസ് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ചിലവർക്ക് ചില സിനിമകൾ വിജയിക്കണം എന്നുണ്ടാവും, ചിലവർക്ക് ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ വിധി അവർ കണ്ടു കഴിഞ്ഞിരിക്കും, വിജയിക്കരുത് എന്നുള്ളത്. അങ്ങനെയുള്ളവർ പിന്നെ സിനിമ കാണാതെ ഇരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നസ്ലിന്റെ ഏറ്റവും പുതിയ സിനിമ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ മുന്നേ കൂട്ടിയിട്ടുള്ള ഒരു മുൻവിധി എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹം ഒരു 14 സിനിമയോളം മലയാളം ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടുണ്ട്. അതിലെ ഒരുവിധ എല്ലാ സിനിമകളും തന്നെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണെന്നുള്ളതാണ്. ഉദാഹരണം, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും അദ്ദേഹത്തിന്റെ പാർട്ണർഷിപ്പിൽ വന്നിട്ടുള്ള സിനിമയാണ്. അവസാനം വന്ന അതുപോലെ തന്നെ തല്ലുമാല എന്നൊക്കെ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള സിനിമകളാണ്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. മായാനദി, ഉണ്ട, അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തു പറയുന്നില്ല. അപ്പോൾ ജിംഖാന എന്ന് പറയുന്ന ഈ ഒരു സിനിമ കുറച്ച് ചെറുപ്പക്കാരെ വെച്ച് ഒരു ബോക്സിങ്ങിന്റെ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സീരിയസ്നെസ്സും കോമഡീസും ഒക്കെ ആയിട്ട് അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധായകന്റെ വിശ്വാസം, അദ്ദേഹത്തിനോടുള്ള ആ ഒരു വിശ്വാസം ജിംഖാന എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ തരും എന്നുള്ളത് തന്നെയാണ് അതിന്റെ 100% ഉറപ്പ് നൽകുന്ന മറ്റൊരു കാര്യം. അപ്പൊ മമ്മൂക്കയുടെ ഈ ഒരു സിനിമ ബസൂക്ക എന്ന് പറയുന്ന ഈ വരാൻ പോകുന്ന ഈ ഒരു സിനിമ പുതിയൊരു സംവിധായകനാണ് ഈ മമ്മൂട്ടിയെ വെച്ച് ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകാൻ കഴിയില്ല. കാരണം ഈ ഒരു സിനിമയ്ക്ക് കൂടുതൽ പ്രമോഷനും ഇല്ല. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടോ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല ഈ ഒരു സിനിമ ചിലപ്പോൾ സൈലന്റ് ആയി വന്ന് വലിയൊരു ഹിറ്റിലേക്ക് പോകാനും ഏറ്റവും വലിയൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി ഈ അടുത്ത് ഇറക്കിയിട്ടുള്ള എല്ലാ സിനിമകളും 2022 മുതൽ ഈ അറ്റം വരെയും ഇറക്കിയിട്ടുള്ള എല്ലാ സിനിമകളും വളരെ വ്യത്യസ്തമായ കണ്ടന്റുകളും, അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ എടുക്കാൻ അല്ലെങ്കിൽ ഇതുവരെയും കാണാൻ മടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെയും കേൾക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ ആയിട്ടാണ് മമ്മൂട്ടി സ്ക്രീനുകളിൽ വന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് വന്നാലും കൂടിയിട്ട് അതെല്ലാം മറികടന്നു സിനിമകളെല്ലാം തന്നെ ഹിറ്റായി മാറിയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ സംവിധായകൻ മമ്മൂട്ടിയുടെ അടുത്ത് ലൊക്കേഷനിൽ വന്ന് കഥ പറഞ്ഞപ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യിപ്പിക്കുകയും ഈ ഒരു സിനിമ ഇനി സ്ക്രീനുകളിലേക്ക് വരാൻ പോവുകയാണെന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബസൂക്ക എന്ന് പറയുന്ന ചെറിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് ഏപ്രിൽ 10 വരെയാണ്. 2 സിനിമകളും നന്നാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റിംഗ് എന്നുള്ളതും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം.